السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. പൈതൃക മീഡിയ ശ്രോതാക്കളെ, ബഹുമാന്യരായ സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതുമെല്ലാം പടച്ച റബ്ബ് കബൂൽ ചെയ്യട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്ര നാടുവഴികളിലൂടെയുള്ള നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ 40ാമത്തെ ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്തുകയും സുന്നത്തി ജമാഅത്തിനെതിരായി നിൽക്കുന്നവരുടെ ചതികളിൽ മുസ്ലിം സമൂഹം പെടാതിരിക്കാനും വേണ്ടി 1926 ജൂൺ 26 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരു മഹത്തായ ഉലമാ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. നാളെയാണ് ജൂൺ 26. നാളെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിറന്നാൾ ദിനമാണ്. 100 വർഷത്തിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുന്ന ഒരു രാവിലാണ് ഇന്നത്തെ സംസാരം. ഞാനിപ്പോൾ കോഴിക്കോട് നിന്നാണ് വീട്ടിലെത്തിയത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് 100ാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ പൂർണ്ണമായും. ആ ഒരു സന്തോഷത്തിൽ മഹാന്മാർക്ക് വേണ്ടി കഴിഞ്ഞകാല നേതാക്കൾക്കും പ്രവർത്തകർക്കും ദുആ ചെയ്യാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100 വർഷമായി ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന യഥാർത്ഥ ദീനിൻ്റെ ആശയങ്ങളും ആചാരങ്ങളും പൊതുസമൂഹത്തിൽ കൂടുതൽ തെളിമയോടുകൂടെ പ്രചരിപ്പിക്കുന്നതിനെപ്പറ്റി ആലോചിക്കാനും അതിനോടൊപ്പം ലോകത്താകമാനം പ്രതിസന്ധിയിലാകുമോ എന്ന് ഭയപ്പെടുന്ന ഇന്നത്തെ അവസ്ഥയ്ക്ക് പരിഹാരം കണ്ട് ഒരു സമാധാനത്തോടു കൂടെയുള്ള ഒരു സന്തോഷകരമായ ജീവിതം ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകരാജ്യങ്ങളോടൊക്കെ സമാധാനത്തിൽ വർത്തിക്കണമെന്നും യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്നും ആ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇന്ന് കോഴിക്കോട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രാർത്ഥനാ സമ്മേളനമുണ്ടായിരുന്നു. ഇന്ന് സമസ്തയുടെ ആസ്ഥാനത്ത് തിരക്കോട് തിരക്കായിരുന്നു. സുൽത്താനുൽ ഉലമയുടെ വാർത്താ സമ്മേളനം, നേതാക്കന്മാരുടെയും പ്രവർത്തകന്മാരുടെയും കൂടിച്ചേരൽ, അതുപോലെ ഉച്ചയ്ക്ക് 2:30 മുതൽ വൈകുന്നേരം 5:30 വരെ നീണ്ടുനിന്ന ദുആ സമ്മേളനം, സമാധാന സമ്മേളനം, അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ ഒരു സമയത്താണ് ഞാൻ ഇന്നത്തെ പ്രഭാഷണം നടത്തുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതും എതിരാളികളെ അവരുടെ തെറ്റായ വിഷയങ്ങൾ ജനങ്ങളെ മുന്നിൽ വെളിവാക്കുന്നതും ഒക്കെ തന്നെ നിയമവിധേയമായിട്ടാണ്, സമാധാനം നിലനിർത്തിക്കൊണ്ടാണ്. മുസ്ലിങ്ങൾക്ക് സമാധാനത്തിൽ അധിഷ്ഠിതമായി മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം എന്ന് മന്ത്രമായി ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമുദായത്തിന് ഒരിക്കലും അസമാധാനം ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. അതുകൊണ്ട് തന്നെയാണ് യുദ്ധത്തെ നമ്മൾ വെറുക്കുന്നത്, യുദ്ധത്തിൽ നിന്ന് രാജ്യങ്ങൾ മാറി നിൽക്കണമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ യുദ്ധം അനിവാര്യമായ ഘട്ടമുണ്ടാവും. അത് ഇങ്ങോട്ടാരാണോ ആക്രമിക്കുന്നത്, അതുവഴി ആരാണോ കലാപമുണ്ടാക്കുന്നത്,
അവരെ ചെറുക്കേണ്ടി വരും. ചെറുത്തുനിൽപ്പിൻ്റെ യുദ്ധം നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല, തള്ളിക്കളയാൻ കഴിയുകയില്ല. അതേസമയത്ത് ഇന്നത്തെ യുദ്ധം ചെറുത്തുനിൽപ്പിൻ്റേതല്ല, അടിച്ചമർത്തലിൻ്റേതാണ്. മാത്രമല്ല, ഇന്നത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ സിവിലിയന്മാരെ കൊന്നൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, റഷ്യയിലും യുക്രൈനിലും നടക്കുന്ന യുദ്ധം അവിടെ സൈന്യങ്ങളല്ല നേരിട്ട് പോരാടുന്നത്, മറിച്ച് ഓരോ രാജ്യത്തിൻ്റെയും ആസ്തികൾ തകർക്കുക, അത് ബോംബിടുക, അതിനുവേണ്ടി ബോംബിടുക, പാവപ്പെട്ട സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നു തള്ളുക. അതായത് ഓരോരുത്തരും വെറുപ്പോടുകൂടെ കാണുന്ന വിഭാഗത്തിൻ്റെ അടിവേരെടുക്കുക, അത് തന്നെ തീയിട്ട് കരിക്കുക. അതുപോലെ തന്നെയാണ് ഇസ്രായേൽ ഇറാനെതിരെ നടത്തിയ തോന്നിയാസം. അതേസമയത്ത് ഇറാനിലേത് അത് ചെറുത്തുനിൽപ്പാണ്. അത് പിന്നീട് പരസ്പര യുദ്ധമായി മാറി മധ്യേഷ്യൻ രാജ്യങ്ങളിൽ മൊത്തം കലാപമുണ്ടാക്കുക വഴി ഏഷ്യൻ രാജ്യം മാത്രമല്ല എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെ ആൾനാശം വരും, സാമ്പത്തിക പ്രയാസം വരും. അങ്ങനെയുള്ള ധാരാളം പ്രതിസന്ധികളുണ്ട്. അതുകൊണ്ട് ലോകസമാധാനത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ജന്മദിനത്തിലേക്ക് 100ാം ജന്മദിനത്തിലേക്ക് പ്രവേശിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എപ്പോഴും വളരെ സമാധാനപൂർണമായി അതിൻ്റെ ആശയം ഉറപ്പിച്ചു നിർത്തുകയും അതിനെ എതിർക്കുന്ന ആശയങ്ങളെ തുറന്നു കാണിക്കുകയും ചെയ്യും. തുറന്നു കാണിക്കുക എന്തെങ്കിലും കേട്ടുകേൾവിയുടെ പേരിലല്ല, വസ്തുതാപരമായി അതിനെപ്പറ്റി അന്വേഷിച്ച് അവരുടെ ഭരണഘടന, അവരുടെ നയനിലപാടുകൾ, അതിന് ആധികാരികമായ രേഖകൾ പരിശോധിച്ചിട്ടാണ് അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സമൂഹത്തോട് ആവശ്യപ്പെടാൻ. അല്ലാതെ അതിൻ്റെ പേരിൽ അക്രമമോ കലാപമോ ഒന്നും ഉണ്ടാക്കില്ല. ഇന്ന കക്ഷിക്ക് ഇന്ന തെറ്റുണ്ട്, അത് അവരുടെ ഭരണഘടനയിൽ ഇത്ര നമ്പർ അവർ എഴുതിച്ചേർത്ത സംഗതിയാണ്, അവരുടെ ഇന്ന പുസ്തകങ്ങൾ ഇന്ന കാര്യങ്ങൾ എഴുതുന്നത് കൊണ്ട് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയൂല, അതിന് വിട്ടു നിൽക്കണം. ഇതാണ് സമസ്തയുടെ നിലപാട്. നിങ്ങൾ നോക്കൂ, മുബത്തദീങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി, വഹാബി പ്രസ്ഥാനങ്ങൾ, അതിനൊക്കെ കാര്യകാരണ സഹിതം സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന് തുടക്കം മുതലേ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മുസ്ലിം സമുദായം മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇടക്കാലത്തുണ്ടാകുന്ന കുറേ വിദഗ്ധ സംഘടനകളുണ്ട്. ആ സംഘടനകൾക്ക് ഉണ്ടാകുമ്പോഴേ സമസ്ത എതിർക്കണില്ല. അതിപ്പോൾ കള്ളത്തെരീക്കത്തായാലും ആരായാലും അത് അവർ പ്രവർത്തനം തുടങ്ങുമ്പോൾ സമസ്ത എതിർക്കണില്ല. എന്താണ് അവരുടെ നയം, ലക്ഷ്യം, പരിപാടി, അതുപോലെ അവരുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, അവർ ആധികാരികമായ രേഖകൾ നോക്കി അതിലെന്തു പറയുള്ളൂ. പ്രവർത്തനങ്ങൾ ചിലപ്പോൾ മനുഷ്യന്മാർ തെറ്റുപറ്റും, അറിയാതെ ചെയ്യുന്നവരുണ്ട്. അതൊന്നും ഒരു സംഘടനയുടെ പേരിൽ ആക്ഷേപിക്കാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് തന്നെ സമസ്ത ഏതെല്ലാം സംഘടനകളെ എതിർത്തോ വിമർശിച്ചോ അവരുടെ രേഖ, അവരുടെ ആധികാരിക രേഖ അനുസരിച്ചിട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. 1-2 ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ 29/8/1965 8 മാസം 29-ാം തീയതി ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷതയിൽ മുഷാവറ ചെയ്തിരുന്നു. എന്താണ് തീരുമാനിക്കുന്നത്? തബ്ലീഗ് ജമാഅത്തിനെ പറ്റി ആലോചിച്ച് അടുത്ത മുഷാവറക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ താഴെ പറയുന്നവരെ ചുമതലപ്പെടുത്തി. 1. കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ. 2. താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി. 3. ഇബ്രാഹിം മുസ്ലിയാർ അയനിക്കാട്. 4. വാണിയമ്പല അബ്ദുറഹ്മാൻ മുസ്ലിയാർ. 5. കൊല്ലോടി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. എന്താ ഇങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം? നിസ്കാരത്തിന് ക്ഷണിക്കുക എന്ന് പറഞ്ഞുകൊണ്ടൊരു വിഭാഗം, ആ വിഭാഗം അവരുമായി അടുത്ത് ഇടപഴകുമ്പോൾ അവരിൽ നിന്ന് ബിദ്അത്ത് പുറത്തു ചോടുന്നു. ഈ സംഘടനയുടെ നിലപാട് എന്താണ് എന്ന് സമസ്തക്ക് നിരന്തരമായി കത്തുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ധാരാളം കത്തുകളായി മാറിയപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1965 8 മാസം 29-ാം തീയതി കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷതയിൽ യോഗം ചേർന്നിട്ട് 5 ആളുകളെ അതിനെപ്പറ്റി പഠിക്കാൻ ഏൽപ്പിച്ചു. കേട്ട് കേൾവിയുടെ മേൽ ആർക്കും മറുപടി കൊടുക്കണ്ട,
ഈ 5 പേര് അവരുടെ ബൈലോ കിട്ടുമെങ്കിൽ അത് ആധികാരിക രേഖകൾ, ആധികാരിക ഗ്രന്ഥങ്ങൾ അതെല്ലാം നോക്കി എന്താണ് അവർ വിഭാവനം ചെയ്യുന്നത് എന്ന് നോക്കി ഒരു റിപ്പോർട്ട് നൽകാൻ വേണ്ടി 5 പേരെ അധികാരപ്പെടുത്തി. ആ 5 ആളുകളുടെ പേര് ഞാനിവിടെ വായിച്ചു. അതിനോടൊപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ത് തീരുമാനിച്ചു? സമസ്തയുടെ ഈ നിശ്ചയിച്ച ആളുകൾ അവരുടെ രേഖകൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യുന്നത് വരെ അത്തരം ആളുകളിൽ നിന്ന് അകലം പാലിക്കണമെന്ന് എല്ലാ കീഴ്ഘടകങ്ങൾക്കും നിർദ്ദേശം നൽകാനും തീരുമാനിച്ചു. ആ മിനിറ്റ്സിൽ എഴുതി അതേ വാക്ക് തന്നെ പറയാം. സമസ്ത തീരുമാനത്തിലെത്തുന്നത് വരെ തബ്ലീഗ് ജമാഅത്തുമായി സഹകരിച്ചുകൊണ്ട് യാതൊന്നും പ്രവർത്തിക്കരുത് എന്ന് കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകി. 29/8/65 ചേരുന്ന മുശാവറ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി തീരുമാനിക്കണമെന്ന് 28/8/65 കുത്തി മുഹമ്മദ് മുസ്ലിയാർ പ്രത്യേകം ഒരു കത്ത് കൊടുത്തിരുന്നു സമസ്തക്ക്. തബ്ലീഗ് ജമാഅത്തിനെ പറ്റി സമസ്തക്ക് പല ചോദ്യങ്ങളും വരുന്നതിൻ്റെ പുറമെയാണ് ഷംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ 29/8/65 സമസ്തക്ക് ഒരു കത്ത് കൊടുക്കുക. 28/8/65 ഷംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ സമസ്തക്ക് ഒരു കത്ത് കൊടുക്കുകയാണ്. എന്താണ് ആ കത്തിലുള്ളത്? മുശാവറ യോഗം 29/8/65 ചേരുന്നുണ്ടല്ലോ. ആ യോഗത്തിൽ വെച്ച് ഈ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി ഒരു തീരുമാനത്തിലെത്തണം എന്ന് അദ്ദേഹം കത്ത് കൊടുത്തിരുന്നു. അപ്പം ഈ കത്തും വിവിധ മഹല്ലുകളിൽ നിന്ന് വന്ന കത്തുകളും അതുപോലെ പല ആളുകളും നേരിട്ട് കൊടുത്ത ചോദ്യങ്ങളും ഇതിനെല്ലാം മറുപടി പറയാൻ എന്ത് ചെയ്തു? 5 അംഗ സമിതിയെ ചുമതലപ്പെടുത്തി. ആ സമിതി അതിനെപ്പറ്റി ധാരാളം പഠിച്ചിട്ട് പിന്നെ സമസ്ത ചേരുന്നത്. അപ്പം അതിൻ്റെ മുമ്പ് എത്രയോ തവണ ഈ സംബന്ധമായ പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇതിപ്പം ധാരാളം ആളുകൾ ഈ സംബന്ധമായി ചോദിക്കുന്നത് കൊണ്ടും ഷംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരെ തീരുമാനം അടിയന്തരം എടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ടും 5 പേരെ അധികാരപ്പെടുത്തി. എന്നിട്ട് 2 മാസം കഴിഞ്ഞ ശേഷം 16/10/1965 കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷതയിൽ തന്നെ യോഗം ചേർന്നു. മുശാവറ ചേർന്നു. ഏകദേശം 2 മാസം കഴിഞ്ഞിട്ട് മുശാവറ യോഗം ചേർന്നു. ആ യോഗത്തിലെടുത്ത തീരുമാനം അപ്പോഴേക്ക് ഈ മഹാന്മാരായ പണ്ഡിതന്മാർ 5 പേര് അവർ ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ച് റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ട് സമസ്തയിൽ ഉന്നത നേതാക്കന്മാരുടെ ചർച്ച നടത്തി. ആ ചർച്ചക്കൊക്കെ അടിസ്ഥാനത്തിൽ 16/10/65 വീണ്ടും കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ആ യോഗത്തിലെടുത്ത തീരുമാനം എങ്ങനെയാണ്? കഴിഞ്ഞ യോഗത്തിൽ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി പരിശോധിക്കാൻ നിശ്ചയിച്ച സബ് കമ്മിറ്റി ഈ യോഗത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളെപ്പറ്റി ഗാഢമായി അവരുടെ ഗ്രന്ഥങ്ങൾ വഴി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തതിൽ തബ്ലീഗ് ജമാഅത്തിൻ്റെ തത്വങ്ങൾ മുബത്തദീകളുടെ തത്വങ്ങളാണെന്ന് ബോധ്യപ്പെടുകയാൽ തബ്ലീഗ് ജമാഅത്ത് മുബത്തദീകളുടെ ജമാഅത്താണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. എന്നിട്ട് ഇതിൽ ഒപ്പിട്ടത് ആരാണ്? അധ്യക്ഷന് വേണ്ടി ഒപ്പിട്ടത് സദഖത്തുള്ള മുസ്ലിയാരാണ് ഇതിൽ ഒപ്പിട്ടത്. അപ്പം അങ്ങനെ ഒരു സുപ്രധാനമായ തീരുമാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എടുക്കുകയുണ്ടായി. അല്ലാതെ തബ്ലീഗ് ജമാഅത്ത് എന്ന് കേൾക്കുമ്പോഴേക്ക് എതിർക്കുകയല്ല. അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചു. അപ്പം ലക്ഷ്യം എന്താണ്? സുന്നികളും ഇവിടുത്തെ വഹാബികളും ഏതൊക്കെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ അത്രയും വിഷയത്തിൽ അവരുമായി അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില വിഷയങ്ങളിൽ അവരെക്കാളും കടുത്ത നിലപാടാണ് തബ്ലീഗ് ജമാഅത്തിനുള്ളത്. നമ്മളിപ്പോൾ അതിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുകയല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനിച്ചാൽ പിന്നെ നമ്മൾ ഒരു ഇജ്തിഹാദ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒന്നും കാണാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനിക്കുകയില്ല. ഇനി നോക്കൂ മറ്റൊരു പ്രസ്ഥാനം. ഇവിടെ 27/10/70 ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ വെച്ച് സമസ്തയുടെ മുശാവറ ചേരുന്നു. സമസ്തയുടെ മുശാവറ ചേരുന്നത്
27/10/1970 അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ മുസ്ലിയാരാണ്. യോഗം ചേരുന്നത് ജാമിയ നൂരിയയിൽ വെച്ചുമാണ്, പട്ടിക്കാട് വെച്ചാണ്. ആ യോഗത്തിൽ വന്ന ഒരു തീരുമാനം നോക്കൂ. MESനെ പറ്റിയും ഇസ്ലാം ആൻഡ് മോഡേൺ ഏജ് സൊസൈറ്റിയെ പറ്റിയും, അത് പിന്നെ MESന്റെ തന്നെയാണത്, താഴെ കാണുന്ന പ്രമേയം പാസാക്കി. MES ജേർണൽ പുസ്തകം 2 ലക്കം 5 സെപ്റ്റംബർ 25. അതിൻ്റെ പേജ് 13 വിശുദ്ധ ഖുർആന്റെ കയ്യെഴുത്ത് രേഖ എന്ന തലവാചകത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനം ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടുകയുണ്ടായി. അതിൽ ഇപ്രകാരം പറയുന്നു: ബഹുമാനപ്പെട്ട 3-ാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ താഷ്കണ്ടിലെ ഉസ്ബക്ക് ചരിത്ര മ്യൂസിയത്തിൽ ഒരു പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഏറ്റവും പുരാതനമായ അറബി ലിഖിത മേഖലകളിൽ ഒന്നാണ് ഈ ഖുർആൻ. ഇസ്ലാം മത സ്ഥാപകനായ, ശ്രദ്ധിക്കണേ, ഇസ്ലാം മത സ്ഥാപകനായ മുഹമ്മദ് നബിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സെയ്ദ് ബിൻ സാബിത്ത് പ്രവാചകന്റെ വചനങ്ങൾ എല്ലാം ശേഖരിച്ച് ഗ്രന്ഥത്തിലാക്കിയതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നീട് 3-ാം ഖലീഫയായിരുന്ന ഉസ്മാൻ ഒരു പുതിയ ഖുർആൻ തയ്യാറാക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അതിൽ വ്യത്യസ്ത നിലയിലാണ് സൂറകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ തിരുവചനങ്ങളായ പരിശുദ്ധ ഖുർആൻ വെറും മനുഷ്യവചനങ്ങളാണെന്ന് വരുത്തി തീർക്കുന്ന ഈ MESന്റെ ഇത്തരം പ്രസിദ്ധീകരണങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് മുസ്ലിങ്ങൾ ബോധവാന്മാരാകണമെന്നും അർഹിക്കുന്ന വിധത്തിൽ MESനോട് പെരുമാറണമെന്നും ഉത്ബോധിപ്പിക്കുന്നതോടൊപ്പം MESന്റെ ഇത്തരം അനിസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളിൽ മുസ്ലിം ബഹുജനങ്ങൾ അകപ്പെടരുതെന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇന്ന് ചേർന്ന യോഗം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നോക്കൂ, ഈ തബ്ലീഗ് ജമാഅത്തിന്റെ ജേർണലിൽ എത്ര മോശപ്പെട്ട വാക്ക്. ഒന്ന്, അള്ളാഹുവിൻ്റെ ഹബീബ്, അള്ളാഹുവിൻ്റെ റസൂല. ആ റസൂലിനെ പറ്റി ഇവരെ എഴുതി വെച്ചിരിക്കുന്ന ഇസ്ലാം മതത്തിൻ്റെ സ്ഥാപകനാണ്. അതുപോലെ അള്ളാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നബിയുടെയും സഹാബത്തിൻ്റെയും 23 കൊല്ലക്കാലത്തെ ദൈനംദിന ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഖുർആൻ അവതരിപ്പിച്ച് പൂർത്തിയാക്കിയത്. അത് അള്ളാഹുവിൻ്റെ കലാമാണ്. എന്നാൽ ഈ ചങ്ങാതിമാർ പറയുന്നത് 3-ാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു പുതിയ ഖുർആൻ ഉണ്ടാക്കിയെടുക്കാൻ ഉത്തരവിടുകയും അങ്ങനെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഖുർആൻ, അതിൻ്റെ ഒരു കോപ്പി താസ്കൻഡിലുണ്ട്. അതുപോലെ അതാണ് ഇപ്പം മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ കലാമല്ല, ഉസ്മാൻ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതി ഉണ്ടാക്കിയ ഖുർആൻ. നോക്കൂ, ഇത്ര മോശപ്പെട്ട വാക്ക്. അതുപോലെ മോശപ്പെട്ടത് മാത്രമേ അവർ അക്കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് മുസ്ലിങ്ങൾ അതിൽ നിന്ന് പിറകോട്ട് നിൽക്കണം. ഈ ആശയങ്ങളിൽ നിന്ന് ഒരു പടി മുന്നോട്ട് പോയ ഇസ്ലാം ആൻഡ് മോഡേൺ ഏജ് സൊസൈറ്റിയുടെ ഉദ്ഘാടന യോഗത്തിലെ പ്രസംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ആശയാദർശങ്ങൾ തനി അനിസ്ലാമികവും ഇസ്ലാമിൻ്റെ നാരായ വേരിന് തന്നെ കത്തിവെക്കുന്നതാണെന്ന് ബോധ്യമാകയാൽ പ്രസ്തുത സൊസൈറ്റിയെ സർവശക്തി ഉപയോഗിച്ച് എതിർക്കണമെന്നും മുസ്ലിം സുഹൃത്തുക്കളോട് സമസ്ത ഈ യോഗം മുഖേന അഭ്യർത്ഥിക്കുന്നു. ഈ സംഘടന ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ വായിച്ചേ, ഈ സൊസൈറ്റി മൂവ്മെൻറ്റ്, അതായത് ഇസ്ലാം ആൻഡ് മോഡേൺ ഏജ് സൊസൈറ്റി, അത് ചേകനൂർ മൗലവിയുടെ ഇതായിരുന്നു ആ സംഘടന. അപ്പോൾ രണ്ട് സംഘടനയെ അത് രണ്ടും സഹകരിച്ചുകൊണ്ടായിരുന്നു പല പരിപാടികളും നടത്തിയിരുന്നത്. അതുകൊണ്ട് രണ്ടിനെയും പറ്റി പഠിച്ചു. രണ്ടും മുസ്ലിങ്ങൾ വിട്ടു നിൽക്കേണ്ട സംഘടനയാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി. അപ്പം ആദർശ സംരക്ഷണം സമസ്തയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇനി നിങ്ങൾ നോക്കൂ, ആ യോഗം MESുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നുള്ള യോഗം ചേർന്നത് 27/10/70 എന്നാൽ 8 വർഷം കഴിഞ്ഞ ശേഷം 30/12/78 ചേർന്ന മുശാവറ, ആ മുശാവറയിൽ 75 ഒന്നുകൂടി ശ്രദ്ധിക്കുക,
തബ്ലീഗ് ജമാഅത്തുമായി വിട്ടുനിൽക്കണമെന്ന തീരുമാനമുണ്ടായത് 1970 10 മാസം 27-ാം തീയതിയാണ്. ആ തീരുമാനം ഞാൻ വായിച്ചു കേൾപ്പിച്ചു. പിന്നീട് 5 കൊല്ലം കഴിഞ്ഞ് 1975 മാർച്ച് മാസം 6-ാം തീയതി ബഹുമാനപ്പെട്ട KK അബൂബക്കർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുശാവറയുടെ തീരുമാനം നോക്കൂ. അധ്യക്ഷൻ KK അബൂബക്കർ മുസ്ലിയാർ, തീയതി 1975 മാർച്ച് 6-ന്. എന്താണ് മുശാവറ എടുക്കുന്ന തീരുമാനം? ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൾ റഹ്മാൻ ബാഫക്കി തങ്ങൾ അവറുകളുടെ കാലത്ത് മാറ്റി നിർത്തപ്പെട്ടിരുന്നതും മാനേഞ്ചര മൈതാനിയിൽ അന്യപുരുഷന്മാരുടെ മുമ്പിൽ അർദ്ധനഗ്നകളായി സ്ത്രീകളെ പ്രദർശിപ്പിക്കുകയും അതിന് ഇസ്ലാമിക വർണ്ണന നൽകുകയും ചെയ്യുക തുടങ്ങിയ അനിസ്ലാമിക പ്രവണതകൾ വഴി ഇസ്ലാമിനെ നശിപ്പിക്കുന്ന വഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതുമായ MES-മായി സഹകരിക്കരുതെന്ന് മുസ്ലിം ലീഗ് നേതാക്കളോട് പ്രത്യേകമായും മുസ്ലിം ബഹുജനങ്ങളോട് പൊതുവെയും ഈ മുശാവറ യോഗം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. വളരെ ക്ലിയർ. അതായത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ MES-യുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്ന് കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്തിയപ്പോൾ ബാഫക്കി തങ്ങൾ എന്താ ചെയ്തത്? തൊട്ടടുത്ത് തന്നെ മുസ്ലിം ലീഗിൻ്റെ യോഗം വിളിച്ചു ചേർത്തു. മുസ്ലിം ലീഗിൻ്റെ യോഗത്തിൽ സമസ്തയുടെ തീരുമാനം റിപ്പോർട്ട് ചെയ്തു. അതടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഐക്യകണ്ഠേന സമസ്ത തള്ളിപ്പറഞ്ഞ ഒരു വിഭാഗവുമായി നമുക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് MES-യുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. അല്പകാലം കഴിഞ്ഞ് ബാഫക്കി തങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഹജ്ജിന് പോയി. മഹാനവർ അവിടെ വെച്ച് വഫാത്തായി. ജന്നത്തുൽ മഅനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. പക്ഷെ ഇവിടെ അണികളെന്തായി? ബാഫക്കി തങ്ങൾ മാറ്റി നിർത്തിയ, ബാഫക്കി തങ്ങളുടെ നിർദ്ദേശപ്രകാരം ലീഗ് മാറ്റി നിർത്തിയ MES-യുമായി ഇവർ ബന്ധം സ്ഥാപിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഈച്ചും ചക്കരയും പോലെ വീണ്ടും ഒരുമയായി. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനിക്കുകയാണ്, ബാഫക്കി തങ്ങളെ കാലത്ത് മാറ്റി നിർത്തിയ, മാത്രമല്ല അന്യ സ്ത്രീകളും പുരുഷന്മാരും കൂത്താടുന്ന വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലും വൈകല്യങ്ങൾ എമ്പാടും കണ്ടെത്തിയ ഈ MES-യുമായി മുസ്ലിം ലീഗ് വീണ്ടും കൂട്ടുകൂടിയതിൽ പ്രതിഷേധിക്കുകയും വളരെ വേഗത്തിൽ അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്, ആചാരം തെറ്റിപ്പോകരുത് എന്ന നിലക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ നോക്കൂ, ഈ പുത്തൻ പ്രസ്ഥാനക്കാരൊന്നും എല്ലാം ഇന്നൊരു വിഷയമേ അല്ല. എന്നാലും ഇന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭയം എവിടെയാണ്? പഠിച്ചവനെ, നിന്റെ ദീനിന്റെ മക്കളിൽ ആരെങ്കിലും പുത്തൻ പ്രസ്ഥാനത്തിൽ പോയി ഈമാൻ നഷ്ടപ്പെടുത്തുമോ, അത് വരാതെ ഞങ്ങളെ കാക്കണേ എന്ന പ്രാർത്ഥനയുമായിട്ടാണ് നമ്മുടെ നേതാക്കന്മാർ മുന്നോട്ട് നീങ്ങുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് നാളെ 100-ാം വാർഷികം അല്ലേ, 1926 ജൂൺ 26 രൂപീകരിച്ച സമസ്ത 2015 ജൂൺ 26 ആവുമ്പോൾ 2025 ജൂൺ 26 ആവുമ്പം 100 വർഷത്തിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുകയല്ലേ. അതുകൊണ്ട് നാളെ മുസ്ലിം കേരളത്തിന്റെ അനുഗ്രഹീത പകലാണ്, ഇന്ന് അനുഗ്രഹീത രാവാണ്. എന്തുകൊണ്ട്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ പിടിച്ചു നിർത്തി, മുബത്തദീങ്ങളെ അകറ്റി നിർത്തി. അങ്ങനെ 100 കൊല്ലം അച്ചടക്കമുള്ള തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും പോകാത്ത രാജ്യത്തെ മതേതര സ്വഭാവം കാത്തുസൂക്ഷിക്കാൻ സഹായകമായ നിലയിൽ അതേ സമയത്ത് വിശ്വാസാചാരങ്ങൾ ഉറച്ച നിലപാടുമായി മുന്നോട്ട് നീങ്ങുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ പിറന്നാൾ ആണ്ട് എല്ലായിടത്തും വിപുലമായി ആഘോഷിക്കുകയാണ്. കേരളത്തിലെ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മുഴുവൻ മദ്രസകളിലും നാളെ രാവിലെ 7 മണി മുതൽ ആഘോഷങ്ങളുടെ വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്. മദ്രസ പരിസരത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മൂവർണ്ണ പതാക ഉയർത്തുകയും അതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സന്ദേശം നൽകുകയും എല്ലാവർക്കും മധുര പലഹാരമോ മധുര പായസമോ വിതരണം ചെയ്തുകൊണ്ട് ദ്വാരന്ന് പിരിയുന്നൊരു ചടങ്ങാണ് നാളെ രാവിലെ. നാളെ വൈകുന്നേരം സർക്കിൾ അടിസ്ഥാനത്തിൽ SSF-ഉം SOS-ഉം മുസ്ലിം ജമാഅത്തും ഒക്കെ സംയുക്തമായി
വമ്പിച്ച സന്തോഷ പ്രകടനം അവർ നടത്തുന്നു. അതുപോലെ നാളെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളും, അതിൽ ദേവാ കോളേജുണ്ട്, ശരീഅത്ത് കോളേജുണ്ട്, യതീംഖാനകളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, മലയാളം മീഡിയം സ്കൂളുണ്ട്, അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ കിഴുഘടകങ്ങളും നടത്തി വരുന്ന എല്ലാ സ്ഥാപനങ്ങളിലും മദ്രസകളിലും നാളെ രാവിലെ 8 മണിയുടെ 7:30 മണി മുതൽ പതാക ഉയർത്തുകയും മധുരപലഹാരം നൽകുകയും സമസ്തയുടെ സന്ദേശം എല്ലാ വീടുകളിലും എത്തിക്കുകയും വൈകുന്നേരം സർക്കിൾ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാഹ് വലിയ ശുക്രിൻ്റെ ജാഥ നടത്തുകയും ചെയ്യുന്ന വിവരം അറിയിക്കുകയും ഈ ശബ്ദം കേൾക്കുന്നവർ നിങ്ങളുടെ ഏരിയ എവിടെയാണ് അവിടെ ഈ ചടങ്ങുമായി സംബന്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രസംഗം ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, 100 വർഷം പൂർത്തിയാക്കിയ ഈ മഹത്തായ പണ്ഡിത സഭ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിന് രൂപം നൽകിയ ആ മഹാന്മാർ, അതുപോലെ ഏറെ കാലം അതിന് ഖിദ്മ ചെയ്ത മഹാന്മാരിന് ഞങ്ങളോടൊപ്പമില്ല, അന്നുണ്ടായിരുന്ന പ്രവർത്തകന്മാരും ഞങ്ങളോടൊപ്പമില്ല. അതുകൊണ്ട് അവരെല്ലാവരുടെയും ദർജനെ വർദ്ധിപ്പിക്കണേ അല്ലാഹുവേ. ഈ ഞങ്ങളുടെ പ്രദേശത്ത് ഇന്ന് കാണുന്ന ദീനീ ആവേശം അതെല്ലാം സമസ്ത കൊണ്ടുണ്ടായതാണ്. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. സമസ്തയുടെ സ്ഥാപനങ്ങൾ അതിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അതുപോലെ സമസ്തയുടെ യുവജന പ്രസ്ഥാനമായ SYS, വിദ്യാർത്ഥി പ്രസ്ഥാനമായ SSF, മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തുടങ്ങി എല്ലാ തലങ്ങളിലുമുള്ള കിഴിഘടകങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഈ സംഘടനകളൊക്കെ തലപ്പത്തുള്ള പലരും മരണപ്പെട്ടു. അവർക്ക് ഖൈറും ബറക്കത്തും, അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുകയും ഈ പ്രസ്ഥാനത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഞങ്ങളുടെ വളർച്ചയിൽ പങ്കാളികളായവരിൽ നിന്നും മരണപ്പെട്ടവരെയും ഞങ്ങളെയും കുടുംബസമേതം സ്വർഗ്ഗത്തിൽ ഒന്നിപ്പിക്കണം അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാളെ എല്ലാവരും അവരവരുടെ പരിധിയിൽ സമസ്തയുടെ മൂവർണ്ണക്കൊടി ഉയർത്താനും മധുരപലഹാരത്തിലും അതുപോലെ ശുക്ർ ചെയ്ത് അള്ളാഹുവിനോട് നമുക്ക് ഈ നിഅമത്ത് ചെയ്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയും ചെയ്യുന്ന ചടങ്ങ് വിജയിപ്പിക്കണം. എല്ലാ മഹല്ലത്തുകളും നാളെ രാവിലെ 7 മണി മുതൽ അത്തരം ചടങ്ങുകൾ ഉണ്ടാക്കണമെന്നും അതുപോലെ പതാക സമസ്തയിൽ ഉയർത്തുമ്പോൾ അതൊക്കെ വളരെ ആദരവോടുകൂടെ ആയിരിക്കണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സംസാരം നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.